തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പെൺകുട്ടികൾക്ക് വർഷങ്ങൾ കഴിഞ്ഞും ഹോസ്റ്റൽ സൗകര്യമില്ല എന്ന് പരാതി. നിലവിൽ MBBS വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഒഴിഞ്ഞു തരണമെന്നറിയിപ്പ് BDS വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഹോസ്റ്റൽ സൗകര്യമില്ലാത്തത് പഠനത്തെ അടക്കം ബാധിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ഡെന്റൽ കോളേജാണ് തിരുവനന്തപുരത്തേത്. എന്നാൽ ഇവിടുത്തെ പെൺകുട്ടികൾ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് ഗുരുതരവുമാണ്. ഡെന്റൽ കോളേജിന് സ്വന്തമായൊരു ഹോസ്റ്റൽ എന്നത് കാലങ്ങൾക്ക് മുന്നേയുള്ള ആവശ്യമാണ്. എന്നാൽ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഡെന്റൽ കോളേജിലെ UG, PG, ഹൗസ് സർജൻസ്, ഡിപ്ലോമ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾക്ക് സമാനമായ ആരോപണമുണ്ട്. നമ്മൾ തിരുവനന്തപുരം ഡെന്റൽ കോളേജ് 1959 ആരംഭിച്ചതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും ഡെന്റൽ കോളേജിന് സ്വന്തമായിട്ടൊരു ഹോസ്റ്റൽ ഇതുവരെ പണി കഴിപ്പിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തത് കാരണം വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്നത് MBBS ഹോസ്റ്റലിലാണ്. ഒരു മുറിയിൽ തന്നെ നിരവധി പേർ താമസിക്കേണ്ട സാഹചര്യമുണ്ട്. പലരുടെയും പഠനത്തെയും പരീക്ഷയെയും ഇത് ബാധിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ 1 ഡെന്റൽ കോളേജ് NRF റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ 34th ഓൾ ഇന്ത്യയും കേരളത്തിൽ തന്നെ നമ്പർ 1 ഡെന്റൽ കോളേജാണ്. അപ്പോൾ ഇത്രയും നന്നായി പഠിച്ച് നീറ്റ് എഴുതി ഇവിടെ വന്ന് ഇത്രയും സാമ്പത്തികം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരൻസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഈ 8,000 9,000 പുറത്ത് നിൽക്കുക എന്ന് പറയും. പിന്നെ അത് സെക്യൂരിറ്റീനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. 6 പേരൊക്കെ മാത്രമേ നിൽക്കാൻ പറ്റുന്നൊരു ഡോമിൽ 12 പേര് നിൽക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കൊണ്ട് ഞങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ആയാലും സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ആയാലും ഞങ്ങൾ എഴുതിയത് ഇതുപോലെ ഡോമുകളിൽ നിന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറയുമ്പോഴും അവരപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല, നമുക്ക് അനുവദിക്കാൻ സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ്. ഈ താൽക്കാലിക സൗകര്യം പോലും ഒഴിഞ്ഞു നൽകണമെന്ന അറിയിപ്പും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. വലിയ തുക കൊടുത്ത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ താമസിക്കേണ്ട ഗതികേട് വിദ്യാർത്ഥികൾക്കുണ്ടാകും. കോളേജ് വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മൾ LHന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. ഇപ്പോൾ എമർജൻസി ആയിട്ട് വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് LHന്ന് കംപ്ലീറ്റ് ആയിട്ട് വെക്കേറ്റ് ചെയ്യാൻ നോട്ടീസ് അയച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിലേറെയായി. ആ നോട്ടീസ് വന്ന അന്ന് മുതൽ ഞങ്ങൾ കാണാത്ത എല്ലാവരെയും, അതായത് എല്ലാ അതോറിറ്റീസിൻ്റെയും പുറകെ നടന്ന് റിക്വസ്റ്റ് എല്ലാം കൊടുക്കുവാണ് നമുക്കൊരു ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ സൗകര്യമില്ലെന്ന കാരണം കൊണ്ട് മാത്രം പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ പോലും കുറഞ്ഞെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. സൗകര്യങ്ങളില്ലാത്തത് മൂലം വിദ്യാർത്ഥികൾ മറ്റു കോളേജുകൾ തേടി പോകുന്നു. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ബെസ്റ്റ് ഡെന്റൽ കോളേജാണ് ഇത് ഒഴിച്ച് ബാക്കി എല്ലാ ഡെന്റൽ കോളേജസിനും സ്വന്തമായിട്ട് ഹോസ്റ്റലും ലേഡീസിനായാലും ബോയ്സിനായാലും ഹോസ്റ്റലും എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇവിടെ മാത്രമാണ് ഇതില്ലാത്തത്. ഇവിടെ ഈ നമ്പർ 1 കണ്ടുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് ആയാലും ലക്ഷദ്വീപിൽ നിന്നായാലും ഒരുപാട് പിള്ളേർ നമ്പർ 1 കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞ് അലോട്ട്മെൻറ്റ് കൊടുത്ത് ഇവിടെ വന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവിടെ സ്റ്റേ ഇല്ലാന്നും പുറത്ത്, അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്, പുറത്ത് സ്റ്റേ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും അവരങ്ങനെ കഷ്ടപ്പെട്ട് പുറത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് അഡ്മിഷൻ ലഭിച്ചവരാണ്. അവർക്ക് വർഷങ്ങളായി അടിസ്ഥാനാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇനി വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ക്യാമറമാൻ വിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. 65 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അത്രയും കാലത്തിൻ്റെ ഒരു ചരിത്രം പേറുന്ന ഒരു കോളേജിനാണ് ഈ ഒരു ഗതി എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മാത്രമല്ല അത് കേരളത്തിലെ നമ്പർ 1 ഡെന്റൽ കോളേജിൽ ഒന്നുമാണ് എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് സ്വന്തമായ ഒരു ഹോസ്റ്റൽ എന്ന സൗകര്യം അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതിരുന്നത് എന്നത് അത്ഭുതമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇനിയെങ്കിലും അധികൃതർ കണ്ടു തുറക്കട്ടെ, അവർക്ക് പെട്ടെന്ന് തന്നെ സ്വന്തമായൊരു ഹോസ്റ്റൽ സൗകര്യം അതുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.